It's a joy to be part of this assembly this morning. ഈ പ്രഭാതത്തിൽ ഈ അയക്കാൻ സാധിച്ചു ഞാൻ സന്തോഷിക്കുന്നു. I never heard about this assembly. ഞാൻ ഈ സ്ഥലസഭയെ കുറിച്ച് മുമ്പ് കേട്ടിട്ടില്ല. I've been coming to Hyderabad since 2010. 2010 മുതൽ ഹൈദരാബാദിൽ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു. That last year in the month of June, I met Brother George. എന്നാൽ സഹോദരൻ ജോർജിനെ കഴിഞ്ഞ വർഷം ജൂണിൽ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. I had a privilege of sharing a room with him in Malaysian conference. മലേഷ്യൻ കോൺഫറൻസിൽ തന്നോടൊപ്പം ഒരു മുറി ഷെയർ ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു. And then he told me that there is a brother in assembly in Vikrampuri, right? Vikrampuri, yeah. വിക്രംപുരി എന്ന സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ ബ്രദർ അസംബ്ലി ഉണ്ടെന്ന് പ്രിയ സഹോദരൻ പറയാനായിട്ട് ഇടയായിത്തീർന്നു. So last night I came here to Hyderabad. I'll be heading towards Kurnool for youth meeting. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഹൈദരാബാദിൽ എത്തിച്ചേർന്നു. ഞാൻ തുടർന്ന് കർണൂലിലേക്ക് ഒരു യൂത്ത് മീറ്റിംഗോടനുബന്ധിച്ച് മുന്നോട്ട് പോകുന്നതാണ്. So I thought that I would attend this assembly and be a part of this fellowship. അതുകൊണ്ട് യാത്രാമധ്യേ ഈ സഭയിൽ വരുവാനും കുറച്ചുകൂടി കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനും ഞാൻ ആഗ്രഹിച്ചു. So I thank God for giving me this opportunity. ഈ വലിയ സാവകാശം തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. Okay, so let me introduce myself. I'm Santosh. എൻ്റെ പേര് സന്തോഷ് എന്നാണ്. Okay, and my roots are from Andhra Pradesh. എൻ്റെ വേരുകൾ ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. But I grew up in Maharashtra. എന്നാൽ ഞാൻ വളർന്നു വന്നത് മഹാരാഷ്ട്രയിലാണ്. And I came to know the Lord in 1996 through the efforts of Brother Benny Kurian and Alex Mam. അലക്സ് മാമിനും അതുപോലെ ബെന്നി കുര്യനും രണ്ട് സഹോദരന്മാരുടെ പ്രവൃത്തികളാൽ ഞാൻ 1996 ഞാൻ കർത്താവിനെ അറിയുവാനായിട്ട് Alex's sons come and attend worship here with Jensen. ജിൻസൺ അലക്സ് മാമിന്റെ മകനാണ്. താങ്കളുടെ വരുമാനം അറിയാവുന്നത്. So after my studies, I was working as an instructor in Indian Technical Institute. ഇന്ത്യൻ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാനൊരു അധ്യാപകനായി ഞാൻ എൻ്റെ പഠനത്തിന് ശേഷം ജോലി ചെയ്യുന്നു. The Lord amazingly called me for a full-time ministry in 2005. എന്നാൽ 2005 അവിടെ നിന്ന് പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്കായിട്ട് ദൈവം എന്നെ വിളിച്ചു. And in 2005, me and my wife, we went as the first brother missionaries to land of Thunder Dragon, that is Bhutan. ഭൂട്ടാൻ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ആദ്യ മിഷണറി കുടുംബമായിട്ട് ആ സമയത്ത് പോകാനായിട്ട് ഇടയായിരുന്നു. But as we landed there, we found out that we as missionaries are not allowed to reside inside the country. എന്നാൽ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ ഇടയായിരുന്നു, മിഷണറിമാർ എന്ന നിലയിൽ ആ സ്ഥലത്ത് ഞങ്ങൾക്ക് താമസിക്കുവാനായിട്ടുള്ള സാധ്യതയില്ല. So in between the India and Bhutan, there is a small place called No Man's Land. We started staying there. ഭൂട്ടാന്റെയും ഇന്ത്യയുടെയും ഇടയ്ക്ക് ഒരു ആരുടെയും ഉടമസ്ഥതയില്ലാത്ത ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ താമസിക്കുവാനായിട്ട് ആരംഭിച്ചു. It was a very new place for us. അത് ഞങ്ങൾക്ക് വളരെ പുതുമ നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. It is a Buddhist country. അതൊരു ബുദ്ധ രാജ്യമാണെന്ന് നമുക്കറിയാമല്ലോ. Officially Christianity is banned. ഔദ്യോഗികമായിട്ട് ക്രിസ്ത്യൻ മതം അവിടെ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. We are not allowed to give any gospel tracts to anybody. ആർക്കും സുവിശേഷ പ്രതികൾ വിതരണം ചെയ്യാനായിട്ട് സാധിക്കില്ല. Till today there are no church buildings. അവിടെ ഇന്ന് വരെയും സഭാ കുടികൾ ബിൽഡിംഗ് ആയിട്ട് അവിടെ ഇല്ല. Till today there is no graveyard for Christians. ക്രിസ്ത്യാനികൾക്ക് ശവസംസ്കാരത്തിനുള്ള സൗകര്യങ്ങൾ ആ നിലയിൽ ഒരു സ്ഥലമില്ല. In the such setup, Lord placed us to work as a missionaries. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മിഷണറിമാരായിട്ട് പ്രവർത്തിക്കാനായിട്ട് ദൈവം ഞങ്ങളെ initial 3-4 years we went through a lot of different challenges. പല നിലയിലുള്ള പ്രശ്നങ്ങൾ ആദ്യത്തെ 3-4 വർഷങ്ങൾ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്നു. We went through cultural challenges, linguistic challenges and the financial challenges. സാമ്പത്തികമായും അതുപോലെ ഭാഷാപരമായും അതുപോലെ സാമൂഹികമായും പല നിലയിലുള്ള പ്രയാസങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. But after 3 years, the Lord added first soul. He was a witch doctor. 3 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് ആദ്യത്തെ ആത്മാവിനെ ദൈവം നൽകി. Witch doctor. ദുർമന്ത്രവാദി എന്ന നിലയിലുള്ള ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ. He was a doctor for the entire village. ആ നിലയിൽ മുഴുവനായിട്ടുള്ള ആ ഗ്രാമത്തിന് താനൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. And today there is an assembly. എന്നാൽ അവിടെ ഇന്നൊരു സഭയുണ്ട്. So that's how to make the story short. Today, by God's grace, from 2005 to 2024, the Lord helped us to establish 15 assemblies in different places. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2005 മുതൽ ഇന്നേ വർഷം വരെ ഏകദേശം 15 സ്ഥലം സഭകൾ സ്ഥാപിക്കാനായിട്ട് ദൈവം ഞങ്ങളെ എടുത്തു. Out of 15 assemblies, 4 assemblies are in Bhutan and rest of the 11 assemblies in the borders of India and Bhutan towards the Indian territory.
അതിൽ 4 എണ്ണം ഭൂട്ടാനിലാണ്. എന്നാൽ മറ്റ് 11 എണ്ണം ഇന്ത്യൻ അതിർത്തിയിൽ ഇന്ത്യയോട് ചേർന്നിരിക്കും. Okay, now today nearly 250 to 300 people gather for worship in all these places. ഈ 15 സ്ഥലങ്ങളുമായിട്ട് ഏകദേശം 250-300 വിശ്വാസികൾ അവര് ആരാധനയ്ക്കായി കൂടി വരും. It started from zero and the Lord is expanding His territories. അത് ഒന്നുമില്ലാത്ത ശൂന്യത്തിൽ നിന്ന് തുടങ്ങിയെങ്കിലും ദൈവം തന്റെ പരമ്പരകളെ വിസ്തീർണമാക്കും. Okay, to look after these assemblies, the Lord raised the local brothers. എന്നാൽ ഈ സ്ഥലസഭകളെ പരിപാലിച്ച് മുന്നോട്ട് പോകാനായിട്ട് തദ്ദേശീയരായ സഹോദരന്മാരെ എഴുന്നേൽപ്പിച്ചു. We have a team of 10 evangelists, the local, the native missionaries working there. അവിടെയുള്ള തദ്ദേശീയരായ സുവിശേഷന്മാര് ഏകദേശം 10 പേർ അവിടെ സുവിശേഷ വേലയിലായി. They are all first generation Christians. അവരെല്ലാം ആദ്യമായിട്ട് ക്രിസ്ത്യാനികളായി തീർന്നവരാണ്. I would like to share about one evangelist this morning. എന്നാൽ അവരുടെ മധ്യത്തിൽ നിന്ന് ഒരു സുവിശേഷനെ പറ്റി ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. He is a native of Bhutan. താൻ ഭൂട്ടാൻ നിവാസിയാണ്. And the polygamy is very common in that area. അവിടെ ബഹുഭാര്യത്വം വളരെ അധികം ഉള്ള സ്ഥലമാണ്. When he was 7 years old, 7 വർഷം തനിക്ക് പ്രായമുള്ളപ്പോൾ his mother ran away with another man. തന്റെ അമ്മ മറ്റൊരു മനുഷ്യന്റെ കൂടെ ഓടിപ്പോയി. And after 2 years, father also started living with another woman. 2 വർഷത്തിന് ശേഷം തന്റെ പിതാവ് മറ്റൊരു സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ ആരംഭിച്ചു. So no, because of the pathetic situation in the family, he had to leave home. ഇങ്ങനെയുള്ള ശോചനീയമായ അവസ്ഥയിൽ തന്റെ കുടുംബത്തിൽ നിന്നുകൊണ്ട് കുടുംബത്തിൽ തനിക്ക് പോകേണ്ടതായി വന്നു. And he started at the age of 10. He started, working in the different hotels and cleaning utensils. 10 വയസ്സ് മുതൽ പല ഹോട്ടലിലെല്ലാം പാത്രങ്ങൾ കഴുകി മറ്റു പല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി. And slowly he started taking drugs. അങ്ങനെ കുറച്ചിന് ശേഷം മയക്കുമരുന്നുകൾ തന്നെ എടുക്കുവാനായിട്ട് ആരംഭിച്ചു. When he became 17 years old, 17 വയസ്സ് തനിക്ക് ആയപ്പോൾ somebody told that there is we can earn a lot of money by smuggling drugs. അങ്ങനെ ഈ മയക്കുമരുന്നുകൾ മറ്റൊരു സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ടുപോയി വളരെയധികം ധനം സമ്പാദിക്കാമെന്ന് അവർ തന്നോട് പറഞ്ഞു. Slowly he started smuggling drugs, putting in the pillow cover or in the bread packet, and started earning good amount. അങ്ങനെ ഈ മയക്കുമരുന്ന് പല നിലയിൽ കടത്തി വളരെയധികം ധനം സമ്പാദിക്കാൻ വേണ്ടിയായിരുന്നു. He used to smuggle drugs from the Indian borders to the capital city Thimphu, the capital city of Bhutan, Thimphu. തിമ്പു എന്ന് പറയുന്ന ഭൂട്ടാന്റെ ക്യാപിറ്റൽ തലസ്ഥാന സ്ഥലത്തേക്ക് ഈ മയക്കുമരുന്ന് കടത്തുവാൻ താൻ ആരംഭിച്ചു. One day he was caught by police. എന്നാൽ ഒരു ദിവസം പോലീസ് തന്നെ പിടിക്കുവാനായിട്ട് And without any bail he was imprisoned for 3 years. 3 വർഷത്തോളം യാതൊരു ജാമ്യവും ഇല്ലാതെ താൻ കിടക്കേണ്ടതായിരുന്നു, ജയിലിൽ At the കിടക്കേണ്ടതായിരുന്നു. end of his jail term, his brother went to sign and bring him back. എന്നാൽ 3 വർഷത്തിന് ശേഷം തന്റെ സഹോദരൻ അവിടെ പോയി ഒപ്പിട്ട് കൊടുത്ത് തന്റെ സഹോദരനെ അവിടുന്ന് ഇറക്കുവാനായിട്ട് താൻ പോയി. By that time his brother became believer through our ministries. എന്നാൽ ഞങ്ങളുടെ ശുശ്രൂഷ മുഖാന്തരം ഈ സഹോദരൻ താൻ വിശ്വാസിയായി തീർന്നു. He brought him out of the jail. ഈ സഹോദരൻ പോയി തന്റെ സഹോദരനെ ജയിലിൽ കിടന്ന സഹോദരനെ And straight away brought him to our house. കൊണ്ടുവന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക്. And he said, "This is my brother. He just came out of jail." അങ്ങനെ താൻ കൊണ്ടുവന്നതിന് ശേഷം പറഞ്ഞു, എന്റെ സഹോദരനാണ് ഇത് ജയിലിൽ നിന്നപ്പോൾ. And I told him that there is a South Indian sir and you stay with him, otherwise if you go to the world again you will spoil. അങ്ങനെ താൻ ഈ ബ്രദറിന്റെ കൂടെ കൊണ്ടു നിർത്തിയിട്ട് ഈ ബ്രദറിന്റെ കൂടെ നിൽക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നീ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ആയിപ്പോകും. Okay, and he insisted us to keep with us. ഈ ജയിലിൽ നിന്ന് മോചിതനായ സഹോദരനെ പ്രിയ സഹോദരന്റെ കുടുംബത്തിൽ ആക്കുവാനായിട്ട് താൻ നിർബന്ധിച്ചു. We were a little panic and afraid because he is from jail and how can we keep this boy in our house? എന്നാൽ ഞങ്ങൾ പെട്ടെന്ന് ഭയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയ വ്യക്തിയെ ഞങ്ങളുടെ ഭവനത്തിൽ എങ്ങനെ വസിക്കുക. And we prayed and decided, let us try. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചു. And by God's grace, he was with us for almost 6-7 months, and we taught the word of God, and we came to know that he is a illiterate guy. ദൈവകൃപയാൽ 6 മാസം ഞങ്ങളോട് നിൽക്കാനും ദൈവവചനം പഠിപ്പിക്കാനും ഞങ്ങൾക്ക് ഇടയായി തീർന്നു. എന്നാൽ താൻ പഠനം അക്ഷരാഭ്യാസമില്ലാത്ത വ്യക്തിയായിരുന്നു. And me and my wife taught him how to read and write. ഞാനും എന്റെ ഭാര്യയും എങ്ങനെ എഴുതണം വായിക്കണം എന്നെല്ലാം തന്നെ പഠിപ്പിച്ചു. We started giving small Bible portions to him. ചെറിയ വചനത്തിലെ പാഠങ്ങൾ തനിക്ക് കൊടുക്കാനായിട്ട്. And by God's grace he accepted the Lord. ദൈവകൃപയാൽ ഈ മനുഷ്യൻ താൻ ദൈവത്തെ കർത്താവിനെ അംഗീകരിക്കാനും സ്നാനപ്പെടുവാനും ഇടയായി. And he was nicely growing in the Lord, and he decided that, sir, I want to work among my own people. ദൈവകൃപയാൽ താൻ വചനത്തിൽ വളരുവാൻ ഇടയായി തീർന്നു. എന്റെ ജനത്തിന് മധ്യേ എനിക്ക് പ്രവർത്തിക്കണം എന്ന് തനിക്ക് ആഗ്രഹമുണ്ടായി. One day he used to smuggle drugs from India to border. Today he is smuggling
Bibles into different parts of Bhutan. ഒരു നാളിൽ താൻ മയക്കുമരുന്ന് കടത്തിയെങ്കിൽ ഇന്ന് ദൈവവചനം താൻ ആ നിലയിൽ മറ്റൊരു Today സ്ഥലങ്ങളിൽ I praise God that the Lord brought people from different corners of Bhutan and in the tribal areas, and He's doing a wonderful things. കർത്താവ് ഭൂട്ടാന്റെ പല ഭാഗങ്ങളിൽ നിന്നും വ്യക്തികളെ കൊണ്ടുവന്ന് തന്റെ ശുശ്രൂഷ നിവർത്തിക്കുന്നു തന്നെയാണ് ദൈവത്തിന് സ്തോത്രം. I'd like to request you to pray for these assemblies. അതുകൊണ്ട് ഈ സ്ഥലസഭകളെ കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. As well, I would like to request you to pray for all these 10 families those who are working. മാത്രമല്ല ഈ 10 സുവിശേഷകന്മാരെയും അവരുടെ കുടുംബത്തെയും നിങ്ങൾ ഓർക്കണം. Apart from that, we also have a translation ministry. അത് മാത്രമല്ല അതിനപ്പുറമായിട്ട് ഒരു ട്രാൻസ്ലേഷൻ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നുണ്ട്. We have song books in Malayalam, Hindi and English, all 3 books here in this assembly. ഇവിടെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി 3 ഭാഷയിൽ നമുക്ക് പാഠപുസ്തകങ്ങളുണ്ട്. But Bhutan is a very small, tiny land. We only have a Bible in their language. അവിടെ ബൈബിൾ മാത്രമാണ് ഭൂട്ടാനിൽ അവരുടെ ഭാഷയിലുള്ളത്. So the Lord burdened our heart to translate some of the MI's books into Dzongkha language, that is the official language of Bhutan. ഭൂട്ടാന്റെ ഭാഷയിലേക്ക് എംഎസിന്റെ പഠന പരമ്പരകൾ ഭാഷാന്തരം ചെയ്യാനായിട്ട് ദൈവം ഞങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നു. Today these books are widely used. We have translated 5 books into different titles in Dzongkha language. dzongkha ഭാഷയിലേക്ക് 5 പുസ്തകങ്ങൾ ഏകദേശം ഭാഷാന്തരം ചെയ്യാനായിട്ട് ഞങ്ങളെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. We also have started a small boys home for the needy children who are deserted by their parents. മാതാപിതാക്കന്മാർ ഉപേക്ഷിക്കപ്പെട്ടവരായ ആൺകുട്ടികൾക്കുള്ള ഒരു ഭവനം അവിടെ ഞങ്ങൾ തുറക്കാനായിട്ട് ഇടയായിരുന്നു. When we went there, it was not in our mind, or it was not our intention to start this boys home. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ലായിരുന്നു. But my wife found out a couple of small children at the age of 1 or 2 years. Parents left them and they were staying with the grandmother or grandfather. എന്നാൽ എന്റെ ഭാര്യ ഇങ്ങനെ ഒരു കാര്യം കണ്ടുപിടിക്കാൻ ഇടയായിരുന്നു. ആൺകുട്ടികൾ 1-2 പ്രായമുള്ളവരെ മാതാപിതാക്കന്മാർ ഉപേക്ഷിച്ച് അവരുടെ ഗ്രാൻഡ് പാരന്റ്സിലൂടെ നിൽക്കുന്ന അവസ്ഥയിൽ at the age of 14, one young boy, the teenage boy, come to our house. 14 വയസ്സ് പ്രായമുള്ള ഒരു യൗവനക്കാരൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു. He used to collect stones and get some money and used to give it to grandmother, and grandmother used to feed him. താൻ കല്ല് പൊറുക്കി തന്റെ ഗ്രാൻഡ്മദറിന് കൊടുക്കുകയും ഗ്രാൻഡ്മദർ തന്നെ ഭക്ഷണം അതിലേക്ക് കൊടുക്കുവാനായിട്ട്. Because parents left him when he was very small. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ മാതാപിതാക്കൾ തന്നെ ഉപേക്ഷിച്ചു പോയി. So imagine at the age of 14, where would you admit him? Whether in the class, he's supposed to be in class 8 or class 9. 14-ാം വയസ്സിൽ താൻ 8-ോ 9-ോ ക്ലാസ്സിൽ താൻ പഠിക്കേണ്ട വ്യക്തിയാണ്. So but we went to school and put him in a UKG. എന്നാൽ മറ്റു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവനെ യുകെജിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഇടയായിരുന്നു. Okay, and my wife gave him extra tuition and he elevated from UKG to class 2, then 4, then 6, and so on. He completed his class 10. എന്നാൽ എന്റെ ഭാര്യ തന്നെ പഠിപ്പിക്കാൻ ഇടയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് 2, 4, 6 അങ്ങനെ പെട്ടെന്ന് തന്നെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് The Lord blessed him so much that he could able to write songs of his life. Now he could able to he accepted the Lord, he took baptism, and he is an active believer in the assembly. എന്നാൽ ദൈവകൃപയാൽ ഈ പാട്ടുകൾ എഴുതുവാനും അതുപോലെ കർത്താവെ നീരിപ്പാനും സ്നാനപ്പെടുവാനും എല്ലാം ഇടയായിട്ടുള്ളൂ. What I'm going to say is the Lord has a great plans for each and every one of our lives. പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന് വളരെ വലിയ പദ്ധതികളുണ്ട്. I never thought that I will go to Bhutan and serve among these Buddhists and the Nepalis. ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഭൂട്ടാനിൽ പോയി ബുദ്ധിസ്റ്റുകളുടെയും അതുപോലെ നേപ്പാളികളുടെയും ഇടയിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. So the Lord has a well designed plan for each and every one of our lives. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ ആഴത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ദൈവത്തിനുണ്ട്. But sometimes we miss His plan and try to do something and explore something else. എന്നാൽ ഈ പദ്ധതി പല സമയത്ത് നാം നഷ്ടപ്പെടുത്തുകയും നാം മറ്റു പല കാര്യങ്ങളിൽ എപ്പോഴും മുന്നോട്ട് പോകുന്നു. In the same way, in the Bible, I would like to highlight one person who was trying to venture different avenues to explore his profession. തന്റെ ജീവിതത്തിൽ പല നിലകളിൽ താൻ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ ഞാൻ വചനത്തിൽ നമുക്ക് പരിചയപ്പെടുത്താം. Please turn with me to John chapter 21. John chapter 21. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. Verse 3. 3-ാം വാക്യം. Okay, John chapter 21, verse 3, I am reading for you. Simon Peter said to them, I am going fishing. They said, we are going with you also. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 3-ാം വാക്യം. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. Here,
Simon Peter is making a statement, I am going for fishing. ഇവിടെ ശിമോൻ പത്രോസ് പ്രകാരം പറയുന്നു, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു. Almost 3.5 years back, he left the trade of fishing. മീൻപിടുത്തം എന്നുള്ള കാര്യത്തിൽ നിന്ന് 3.5 വർഷത്തിന് മുമ്പ് താൻ അത് വിട്ടു പോന്നതാണ്. And he was actively participating in the Lord Jesus Christ's mission. ദൈവ കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടെ തന്റെ ശുശ്രൂഷയിൽ വളരെ ഉത്സാഹത്തോടെ താൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. He saw wonderful miracles of Jesus Christ. കർത്താവ് യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ കാണുവാനായിട്ട് തനിക്ക് ഇടയായി. He got an excellent teaching from Lord Jesus Christ. യേശുക്രിസ്തുവിന്റെ നല്ല പഠിപ്പിക്കലുകൾ കേൾക്കുവാനിടയായി. He grew up very strongly with his colleagues and friends. തന്റെ കൂടെയുള്ളവരോട് ചേർന്ന് വളരെ കർത്താവ് യേശുക്രിസ്തു ശക്തി പ്രാപിക്കുവാനിടയായി. But all of a sudden he comes to his friends and tells that I am going for fishing. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് താൻ തന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് വന്ന് താൻ പറയുന്നു, ഞാൻ മീൻ പിടിക്കുവാൻ പോകും. What compelled him to take that such decision? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുവാനായിട്ട് പത്രോസിനെ പ്രേരിപ്പിച്ചത് എന്താണ്? My dear friends, this decision was taken in a very discouraged and despair situation. വളരെ നിരാശയുടെ ഒരു ഘട്ടത്തിലാണ് പത്രോസ് ഈ തീരുമാനം എടുത്തത്. This was a decision taken when he was so much tensed. വളരെയധികം ടെൻഷൻ അനുഭവിച്ച ആ ഒരു സമയത്താണ് ഈ ഡിസിഷൻ. What tension? എന്ത് ടെൻഷൻ ആണ് താൻ അനുഭവിച്ചത്? He thought that the Lord Jesus would be with him forever. പത്രോസ് വിചാരിച്ചു കർത്താവ് യേശുക്രിസ്തു തന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന്. But after 3 years, all of a sudden Jesus is not there. എന്നാൽ 3 വർഷത്തിന് ശേഷം താൻ നോക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് യേശുക്രിസ്തു തന്റെ കൂടെ ഇല്ല. Then he thought that it is all wastage of my time and resources. താൻ വിചാരിച്ചു ഈ സമയം മുഴുവൻ ഞാൻ എന്റെ സമയവും എന്റെ കാര്യങ്ങളെല്ലാം നഷ്ടമാക്കി കളഞ്ഞു. I had just invested 3.5 years without any reason, without any profit. 3.5 വർഷം യാതൊരു ഫലവുമില്ലാതായി പോയി എന്ന് പത്രോസ് ചിന്തിച്ചു. Better I quit from this place and go for a fishing, earn money and take care of my family. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിർത്തിവെച്ചതിന് ശേഷം പഴയ എന്റെ തൊഴിലായ മീൻപിടുത്തത്തിലേക്ക് പോയി ധനം സമ്പാദിച്ച് എന്റെ കുടുംബത്തെ നോക്കാം എന്ന് പത്രോസ്. So this is a Peter was not a stable guy. പത്രോസ് ഒരു ഉറപ്പുള്ള വ്യക്തിയായിരുന്നില്ല. Okay, he denied 3 times Jesus. കർത്താവ് യേശുക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. Okay, he was hyperactive sometimes, he was down sometimes. പല സമയത്തും താൻ എടുത്ത് ചാട്ടക്കാരനായിരുന്നു, ചില സമയത്ത് താൻ വളരെ നിരാശയുള്ളവനായിരുന്നു. And here also we see the decision was taken by him, I am going for fishing. ഇവിടെ നമുക്ക് കാണുന്നു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന തീരുമാനത്തിൽ താൻ എത്തിച്ചേർന്നു. That's okay. Sometimes sometimes we may take a hasty decisions. പല സമയങ്ങളിൽ നാം പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. But I'm surprised to hear another statement. All these guys, they say we are going with you also. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റു കൂടെയുള്ളവരും അവരും പറയുന്നു ഞങ്ങളും കൂടെ വരുന്നു. Who are they? ആരാണ് അവർ? When we read verse 2, രണ്ടാം വാക്യത്തിൽ നാം നോക്കുമ്പോൾ there are seven young boys. 7 പേർ തന്നോട് കൂടെ ഉണ്ടായിരുന്നു. Simon Peter, Thomas, Nathaniel, and sons of Zebedee, and other 2 disciples. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കനായിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഉണ്ടായിരുന്നു. All these boys or all these brothers who are very close to Jesus Christ, they also said, we want to come with you, brother. യേശുക്രിസ്തുവിനോട് വളരെ അടുത്ത് നിന്നിരുന്ന ഈ 7 പേരും അവരും പറഞ്ഞു ഞങ്ങളും മീൻ പിടിക്കുവാൻ പോകും. Out of these 7, can you see how many are fishing? How many know fishing? ഈ 7 പേരിൽ എത്ര പേർക്ക് മീൻ പിടിക്കാൻ അറിയാമെന്ന് It's clear from the word of God, the sons of Zebedee, James and John, were very excellent fishermen. വചനത്തിൽ നിന്ന് സെബദി മക്കളായ യോഹന്നാനും യാക്കോബും അവരെ നല്ല മീൻപിടുത്തക്കാരാണെന്ന് നമുക്കറിയാം. And Simon Peter, of course, he knows. ശിമോൻ പത്രോസിനും മീൻപിടുത്തം അറിയാം. And other disciples probably maybe Andrew or Philip somewhere, but they also know the fishing. അന്ത്രേസും ഫിലിപ്പോസും അവർക്കും ഒരുപക്ഷേ മീൻപിടുത്തം അറിയാമായിരിക്കാം. So out of 7, at least 3 or 4 are very good fishermen. ഈ 7 പേരിൽ 3-4 പേർ നല്ല മീൻപിടുത്തക്കാരാണ്. They all went for fishing. അവരെല്ലാം മീൻ പിടിക്കാൻ പോയി. Nobody asked Peter, what happened to you, man? Why you left to net 3 years back, 3.5 years back? Again, why do you want to go? ഈ കൂടെയുള്ള ആരും പത്രോസിനോട് ഇപ്രകാരം ചോദിച്ചില്ല, പത്രോസേ നീ നിന്റെ വല 3 വർഷത്തിന് മുമ്പ് വിട്ടേച്ച് പോകുന്നതാണ്, എന്തിനാണ് നീ തിരിച്ചു പോകുന്നത്? They believed in the Simon Peter's decision and they said we also want to come. എന്നാലും കൂടെയുള്ളവരും ശിമോൻ പത്രോസ് എടുത്ത തീരുമാനത്തിനോട് യോജിച്ച് അവരുടെ കൂടെ പോകാനായിട്ട്. Okay, so all the unanimously the decision was taken to go for fishing. അവർ ഒരുമിച്ച് മീൻ പിടിക്കാൻ പോകാൻ തീരുമാനിച്ചു. But in verse 3 says, മൂന്നാം വാക്യത്തിൽ they went out and immediately got into the boat. That night they caught nothing. മൂന്നിന്റെ അവസാനത്തിൽ ഇപ്രകാരം പറയുന്നു, അവർ പുറപ്പെട്ടു, പടവ് കയറി പോയി, ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. Very good experts, നല്ല മീൻ പിടിക്കാൻ അറിയാവുന്നവർ. right from childhood they know Sea of Galilee. ഗലീല കടൽ അവർക്ക് അവരുടെ ബാല്യം മുതൽ നന്നായി അറിയാവുന്നതാണ്. But whole night they toiled, but they caught nothing. എന്നാൽ അത്ര പരിചയമുള്ള സ്ഥലത്ത് രാത്രി മുഴുവൻ അധ്വാനിച്ചെങ്കിലും അവർക്കൊന്നും ലഭിച്ചില്ല. What is the reason? എന്താണ് അതിന്റെ കാരണം?
The lockdown was imposed. ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു അവിടെ. What is the problem? The fishes were in quarantine. മീനുകളെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. എന്താണ് പ്രയാസം ഉണ്ടായത്? Whole night all the experts put their brain or strength and effort, but they could not got nothing. മീൻപിടുത്തത്തിൽ വളരെ കഴിവുണ്ടായിരുന്ന എല്ലാവരും തങ്ങളുടെ ചിന്തയും തങ്ങളുടെ കഴിവെല്ലാം ഉപയോഗിച്ച് രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നാൽ ഒന്നും കിട്ടിയില്ല. The Lord wants to teach us that without me you do nothing. നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. You have seen great miracles and wonders, how I taught you, how I fed you. In spite of all that blessing, still you are trying to deny and go away from me. ഞാൻ നിങ്ങളോട് കൂടി ഇരുന്നപ്പോൾ ഞാൻ ചെയ്ത അത്ഭുതങ്ങളെല്ലാം നിങ്ങൾ കാണുവാനായിട്ട് ഇടയായി തീർന്നു. എങ്ങനെ നിങ്ങൾക്ക് ഭക്ഷണം നൽകി, മറ്റു അത്ഭുതങ്ങളെല്ലാം നിങ്ങൾ കണ്ടു. എന്നാൽ അതിനുശേഷവും നിങ്ങൾ എന്നെ വിട്ട് എന്നെ തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. Sometimes in 2023 we might have taken wrong decisions. ചിലപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്തിരിക്കാം. Okay, even our friends supported our wrong decisions. നമ്മളുടെ ആ തീരുമാനം നമ്മുടെ സുഹൃത്തുക്കളും സഹോദരന്മാരെല്ലാം ഓക്കേ എന്ന് പറഞ്ഞിരിക്കാം. And we utterly failed in our decisions. എന്നാൽ നാം ആ തീരുമാനത്തിൽ വളരെ പരാജയപ്പെട്ടിരിക്കും. But there is a hope in God. എന്നാൽ കർത്താവിൽ നമുക്ക് Okay, verse 4 says, but when the morning had come, നാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, പുലർച്ചെ ആയപ്പോൾ Jesus stood on the shore. യേശു കരയിൽ നിന്നിരുന്നു. Remember that whole night they toiled. ഒരു കാര്യം ഓർക്കുക, മുഴുവൻ രാത്രിയും അവർ അധ്വാനിച്ചു. Whole night the Lord Jesus was watching their efforts and their brain and their skills and abilities. എന്നാൽ ആ രാത്രി മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു അവരുടെ അധ്വാനവും അവരുടെ ചിന്തയും അവരുടെ പ്രവൃത്തികളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. That early morning the Lord Jesus stood at the shore. എന്നാൽ പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. Just imagine. ചിന്തിക്കുക, Early morning Jesus was there. പുലർച്ചെ ആയപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു. And it says the disciples did not know that it was Jesus. എന്നാൽ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. Because they were so tensed. അവർ വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. Maybe it was a little dark. ഒരു പക്ഷേ അത് വളരെ ഇരുട്ടുള്ളതുകൊണ്ടായിരുന്നു. But I like the statement in verse 5. എന്നാൽ അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, Jesus said to them, children. യേശു അവരോട്, കുഞ്ഞുങ്ങളെ. Can you connect these children with verse 2 and can you find out any children here? അഞ്ചാം വാക്യത്തിൽ യേശു വിളിക്കുന്ന കുഞ്ഞുങ്ങളെ എന്നുള്ള വാക്കെടുത്ത് മൂന്നാം വാക്യത്തിലേക്ക് നമുക്ക് ബന്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. Peter was not a child. ഏതെങ്കിലും കുഞ്ഞുങ്ങളെ നമുക്ക് After Nathanael and sons of Zebedee and other disciples, after 7 nobody was a child. 7 പേരിൽ ആരും കുഞ്ഞുങ്ങളായിരുന്നില്ല. Then why the Lord called them as a children? എന്തുകൊണ്ടാണ് കർത്താവ് അവരെ കുഞ്ഞുങ്ങളെന്ന് വിളിച്ചത്? Because whole night the Lord was watching them behaving like child. എന്നാൽ ആ രാത്രി മുഴുവൻ കർത്താവ് അവരൊരു കുഞ്ഞുങ്ങളെ പോലെ പെരുമാറുന്നത് കാണുകയായിരുന്നു. Peter might have told them that put right side. പത്രോസ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ വലതുഭാഗത്ത് വീശുക. The James and John might have told, no, not right side, left side you put, because my grandfather taught me that always left side there is much fish. യാക്കോബ് യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞു, അവിടെയല്ല നമുക്ക് ഇടതുഭാഗത്ത് വീശാം, അവിടെ എന്റെ പിതാക്കന്മാർ എന്നോട് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. Andrew might have told that no, I am an eldest son in the family, I know how to fish, you put it at the front side. അന്ത്രയോസ് ഇപ്രകാരം പറഞ്ഞിരിക്കാം, ഞാൻ മൂത്ത മകനാണ്, നിങ്ങൾ വല മുമ്പിൽ വീശുക. All these things, the naughty things, the childish things, Jesus was observing them. കുഞ്ഞുങ്ങളുടെ നിലയിലുള്ള ഈ പെരുമാറ്റങ്ങൾ അവർ യേശു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. And Jesus asked the children, have you any food? യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. Jesus did not leave them. കർത്താവ് യേശു അവരെ കൈവിട്ടില്ല. He was not annoyed. യേശു അവരെ കോപിഷ്ഠനായി തീർന്നില്ല. He did not leave them. അവരെ കൈവിടാത്ത. But Lord lovingly came to the shore and asking, have you any food? യേശു സ്നേഹത്തോടുകൂടെ അവരുടെ അടുക്കൽ വന്നിട്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. Why? എന്തുകൊണ്ടാണ്? Jesus was hungry. കർത്താവ് വിശന്നിരുന്നുകൊണ്ടാണ്. No, he wanted to hear an answer from all the bunch of seven brothers. 7 സഹോദരന്മാരിൽ നിന്ന് ഉത്തരം ലഭിക്കുവാനായിട്ട് കർത്താവ്. They answered no. അവർ പറഞ്ഞു ഇല്ല. What we learn from this particular verse? ഈ വാക്യത്തിൽ നിന്നാണ് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. Jesus knew very well that they are helpless, they are hopeless, they are tense, they are frustrated. കർത്താവിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു, ആ 7 പേരും വളരെ ഒരു ആശയില്ലാത്തവരായിട്ട് അവർ നിരാശരായി Jesus want to listen from their mouth or hear from their mouth. We are utterly failed. We have nothing. We are empty. We have nothing. We don't have anything to eat. കർത്താവ് അവരുടെ വായിൽ നിന്ന് ഇപ്രകാരം കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ചു, ഞങ്ങൾ വളരെയധികം തോറ്റുപോയി, ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ള ഉത്തരം കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ചു. Today in our career, in our studies or in our anything, we might have failed last year, but there is a hope in Lord Jesus Christ.
No, He wants to lift you up and push you and take you further. എന്നാൽ നമ്മുടെ കരിയറിലാവട്ടെ, നമ്മുടെ പഠനത്തിലാവട്ടെ നമുക്ക് തോൽവികൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഉയർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. You might have toiled whole year or whole life, but there is a hope in Lord that again He wants to build it up. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മുഴുവൻ ജീവിതം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ധാരാളം അധ്വാനിച്ചിരിക്കും. എന്നാൽ പ്രത്യാശയുണ്ട്. But He wants to hear our failure. Lord, we are nothing. We have failed in our life, in our career, in our studies. We want to come back to you. And Jesus said in verse 6, cast the net on the right side of the boat and you will find some. Very interestingly, did they forget to put a net at the right side in the night? രാത്രിയിൽ അവര് വല വീശിയപ്പോൾ അവര് വലത്തുഭാഗത്ത് വീശാൻ മറന്നുപോയോ? They might have put around dozens of times at the right side, left side, front, back, wherever they get a place, they put net. പല ആവർത്തി അവര് ഇടത്തും വലത്തും മുമ്പിലൊക്കെ ആയിട്ട് അവർ വല വീശിയിരിക്കുക. But all 7 people in one accord, they said, yes Lord, they want to put a net at the right side. എന്നാൽ അവരെല്ലാവരും ഒരുമിച്ച് അവരെ പ്രകാരം യേശുവിനോട് ഉത്തരം പറഞ്ഞു, ഞങ്ങൾ വല വീശാം. Okay, and they cast. Now they were not able to draw it in became because of the multitude of fish. അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. Jesus said, some fish, you will get some fish. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് അല്പം കിട്ടും. But notice there is a multitude of fish. എന്നാൽ ഇവിടെ വലിയ കൂട്ടം മീനിന്റെ കൂട്ടം നമുക്ക് കാണാൻ. When they obey Lord Jesus Christ, കർത്താവിനെ നിങ്ങൾ അനുസരിക്കുമ്പോൾ, when they listen to Him, അവർ കർത്താവ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചപ്പോൾ, without doubting, without questioning, യാതൊരു സംശയമില്ലാതെ യാതൊരു ചോദ്യങ്ങളും they ഇല്ലാതെ saw the abundance of blessings all for their efforts. അനുഗ്രഹത്തിൻ്റെതായ വലിപ്പം അവർക്ക് ലഭിക്കാനിടയായിട്ട്. Okay, so what I mean to say is this morning is we might have failed in many times, but the Lord Jesus wants to bring back the blessings to our lives and family. ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ പല തവണ നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങളുടെ ബന്ധത്തിൽ തോറ്റു പോയിട്ടുണ്ടാകാം. എന്നാൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം തിരികെ കൊണ്ടുവരാൻ, because He is a loving and caring God. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന കരുതുന്ന ദൈവമാണ്. Okay, and verse 7 says, 7ാം വാക്യത്തിൽ, therefore the disciple whom Jesus loved said to Peter, it is the Lord. 7ാം വാക്യത്തിൽ പറയുന്നു, യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, and കർത്താവാണ്. Now when Simon Peter heard that it was Lord, he put on his outer garment and plunged into the sea. കർത്താവ് ആകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ട് അവൻ നഗ്നനാകെ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. So he was so ashamed. അവിടെ വളരെ നാണിച്ചു നിൽക്കുന്ന പത്രോസ് കടലിലേക്ക് അവൻ എടുത്തിയാടി. And verse 8 says, 8ാം വാക്യം പ്രകാരം പറയുന്നു, we notice 9th verse, we'll see, not 9th verse. 9ാം വാക്യം, then as soon as they had come to the land, they saw a fire of coals there and fish laid on it and bread. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. Look at this verse. ഈ വാക്യത്തിൽ ശ്രദ്ധിക്കുക. They came to the shore. അവർ കരയിലേക്ക് വന്നു. They saw fire of coal, അവര് തീക്കനൽ കാണാൻ വേണ്ടി fish and bread. മീനും അപ്പവും കണ്ടു. Already the breakfast is ready for them. അവർക്കുള്ള പ്രാതൽ അവിടെ തയ്യാറായി കഴിഞ്ഞു. Lord Jesus Christ did not use their fish, but He already prepared fish and bread as a breakfast for them. യേശു അവർ പിടിച്ച മീനല്ല ഉപയോഗിച്ചത്, അവർ വരുന്ന സമയത്തേക്ക് അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള പ്രഭാത ഭക്ഷണം റെഡിയായി കഴിഞ്ഞു. God wants to teach these 7 folks, 7 brothers. ഈ 7 സഹോദരന്മാരെ കർത്താവ് പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. I don't depend on you. ഞാൻ നിങ്ങളെ അല്ല ആശ്രയിക്കുന്നത്. I have a plan for your life. നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. I know you have failed many times. എനിക്കറിയാം നിങ്ങൾ പലതവണ തോറ്റുപോയി. But still I love you and I care for you. എന്നാൽ അതിനപ്പുറമായി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. Because they were frustrated and they were annoyed and disturbed, but the Lord prepared a wonderful breakfast for them. അവർ വളരെയധികം നിരാശയിലും എല്ലാം കഴിഞ്ഞെങ്കിലും കർത്താവ് യേശു ക്രിസ്തു അവർക്ക് വേണ്ടി നല്ലൊരു പ്രഭാത ഭക്ഷണം. Today when we come back to Him, always remember there is a bread and the blessing in His hands.
നാം ഓർക്കുക, തിരികെ നാം വരുമ്പോൾ കർത്താവിന്റെ കയ്യിൽ ഒരു അപ്പമുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്. God is always a God of second chance or many chances he is going to give us. നമുക്കറിയാം, നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം, അവൻ നമുക്ക് പല തവണകൾ നമുക്ക് തരുന്ന ദൈവം. Yes, we are human beings. Sometimes we fail in our decisions. നമ്മൾ മനുഷ്യരാണ്, പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളിൽ നാം തെറ്റിപ്പോവാറുണ്ട്. Sometimes we are short-tempered. നമ്മൾ പലപ്പോഴും We are not stable in our walk. നാം പലപ്പോഴും നമ്മുടെ നടപ്പ് ശരിയായവരല്ല. But the Lord Jesus is always there to help us and to lift us up. എന്നാൽ കർത്താവ് നമ്മളെപ്പോഴും കൂടെ നമ്മെ കരുതുവാൻ, നമ്മെ താങ്ങുവാനായിട്ടുണ്ട്. Okay, and verse 10 says, bring some fish, some of the fish which you have just caught. Why? Verse 9 says there is a fire of coal, fish laid on it, and bread is there. Then again, why the Lord is asking them to bring fish? I think that when the net was full of fish, the other disciples, they called them to help to bringing net to the shore. വല മുഴുവൻ മീനായിരുന്നപ്പോൾ ഒരു പക്ഷേ മറ്റ് ശിഷ്യന്മാരെ വിളിച്ച് പിടിച്ച മീൻ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരിക്കുക. Okay, the blessing was there for all these 7 people. ഈ അനുഗ്രഹം 7 പേർക്കും ഉണ്ടായിരുന്നു. And they Lord told them to bring extra fish so that we can cook and give it to these people. അതുകൊണ്ട് ഇപ്പോൾ പിടിച്ച മീനുകൾ വീണ്ടും കൊണ്ടുവന്ന് അത് പാകം ചെയ്ത് ശിഷ്യന്മാർക്ക് കൊടുക്കാനായിട്ട് അവനാണ്. We can learn 2 things from this verse. ഈ വാക്യത്തിൽ 2 കാര്യം നമുക്ക് മനസ്സിലാക്കാൻ Bring സാധിക്കും. some of the fish which you have just caught. ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരും. Not all. എല്ലാമല്ല, ചിലത്. How many fishes? എത്രയാണ്? 153 fishes. 153 വലിയ. Out of 153 fishes, the Lord is asking to bring something to my table. 153 നിന്ന് ചിലത് എൻ്റെ മേശയിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. Lord is trying to teach them to give for the work of the Lord. ദൈവ വേലയ്ക്കായിട്ട് കൊടുക്കുവാനാണ് അവരെ പഠിപ്പിക്കുന്നത്. Give it to the people those who are in need. ആവശ്യങ്ങളുടെ മധ്യത്തിലേക്ക് നാം കൊടുപ്പിക്കും. Lord prepared bread and fish to them, and the other brothers, those who helped in the ministry or in carrying this net, Lord is asking them to bring this fish and cook it and give it to them. അപ്പോൾ മീൻ കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കി, എന്നാൽ നിങ്ങൾ പിടിച്ച മീനിൽ നിന്ന് ചിലത് എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കും. May the Lord help us to give something for the Lord. അതുകൊണ്ട് ദൈവം നമ്മെ ദൈവവേലയ്ക്കായി ചെലവിടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Lord help us to obey and give something to the Lord. ദൈവത്തെ അനുസരിച്ച് ചിലത് കൊടുക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. And verse 11 says, Peter went up and dragged the net to the land, and full of large fish, 153. Although there were so many, the net was not broken. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചേറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. 153 fish. 153 വലിയ മീൻ. All different size. എല്ലാ തരത്തിലുമുള്ളത്. And as some Bible scholars say, ചില വേദ പഠിതാക്കൾ പ്രകാരം പറയുന്നു, all the different varieties of fishes what are available in the Sea of Galilee were there in the net. വചന പഠിതാക്കൾ പ്രകാരം പറയുന്നു, ആ ഗലീല കടലിൽ ഉണ്ടായിരുന്ന പല തരത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള മീനുകളും അതിനകത്ത്. When we come back to the Lord will rebuild our life with the blessings. നാം ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ നമ്മുടെ ജീവിതം ദൈവം അനുഗ്രഹിക്കുന്നു. Okay, they were helpless, but the Lord showed a help to them. അവർ സഹായം ഇല്ലാത്തവരായിരുന്നു, എന്നാൽ ദൈവം അവർക്ക് സഹായമായി. They were broken, but the Lord blessed. അവർ തകർന്നവരായിരുന്നു, എന്നാൽ ദൈവം അവരെ അനുഗ്രഹിച്ചു. Okay, they were so much discouraged, they want to give up their life, but the Lord again built their life and used for His glory. അവർ വളരെ നിരാശയിൽ മുന്നോട്ട് പോയി, എന്നാൽ കർത്താവ് അവരുടെ നിരാശയെ മാറ്റി ആശയുള്ളവരാക്കി. And that's why verse 12 says, come and eat breakfast. യേശുവരോട് 12-ാം വാക്യത്തിൽ പറയുന്നു, വന്ന് പ്രാതൽ കഴിച്ചോളൂ. He is inviting all of us to come and enjoy the blessing that I have kept for you. ഞാൻ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ വന്ന് ആസ്വദിക്കുവാനായിട്ട് കർത്താവ് യേശുക്രിസ്തു നമ്മളെ എല്ലാവരെയും ആഹ്വാനം ചെയ്യും. So may the Lord help us this year as we just venture into this new year. Come and enjoy the blessings of the Lord. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു നമുക്ക് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാനായിട്ട് നമ്മെ ഈ പുതിയ വർഷത്തിൽ ദൈവം forget the past and come back to His fold and start a new journey with the Lord. കഴിഞ്ഞ നാളുകളിലെ മറന്ന് നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിനോടുള്ള ആ യാത്ര ആസ്വദിക്കുവാനായിട്ട് നമുക്ക് With all these young boys who were discouraged and disappointed, the Lord used them mightily in the mission work. എന്നാൽ ഈ നിരാശരായി തീർന്ന ഈ 7 പേരെയും കർത്താവ് വളരെയധികമായിട്ട് തന്റെ വേലയിൽ തുടർന്നു.
ഉപയോഗിച്ചു. Okay, this Peter who was not, no, he was denying Lord Jesus Christ couple of times, many times, but still the Lord used him as a person who planted a first church in Jerusalem. നമുക്കറിയാം യെരുശലേമിൽ ആദ്യത്തെ സഭ സ്ഥാപിതമായ നിലയിൽ പത്രോസിനെ ദൈവം എടുത്തുവെച്ചു. എന്നാൽ ആ പത്രോസ് അനവധി തവണ കർത്താവിനെ തട്ടിപ്പറഞ്ഞു. When he preached the gospel, 3,000 people came to know the Lord. വചനം സംസാരിച്ചപ്പോൾ 3000 പേർ സഭയോട് ചേരുവാനായിട്ട്. He is the one who wrote 2 books in the Bible. വചനത്തിൽ 2 ലേഖനങ്ങൾ എഴുതുവാനായിട്ട് ഇടയായി. Okay, and again we see here Thomas. തോമസിനെ കുറിച്ച് നാം കാണുന്നു. Okay, because of Thomas, all these people are here today. നാം എല്ലാവരും തോമസ് മുഖാന്തരമാണ് ഇവിടെ ആയിരിക്കുന്നത്. Okay, this Thomas who supported Peter in his decision, പത്രോസ് എടുത്ത തീരുമാനത്തെ പിന്താങ്ങിയ തോമസ്, who was discouraged and disappointed, നിരാശയിലായിരുന്ന തോമസ്, frustrated, വളരെ പ്രയാസം നിറഞ്ഞിരുന്ന but with this one call of the Lord, he stood up and came to India and served the Lord and brought the gospel to our nation. ചരിത്രം പറഞ്ഞനുസരിച്ച് തോമസ് ഇന്ത്യയിലേക്ക് വന്ന് സുവിശേഷം പ്രചരിപ്പിക്കാനായിട്ട് ഏറ്റെടുത്തു. And of course James and John, യാക്കോബും യോഹന്നാൻ, he became a martyr. അവർ രക്തസാക്ഷികളായി. And John, a wonderful writer, he wrote 5 books in the Bible. യോഹന്നാൻ 5 പുസ്തകങ്ങൾ വചനത്തിൽ എഴുതുവാനായിട്ട് ഇടയായി. All these young boys were failed in their lives. നമുക്കറിയാം ഈ യുവാക്കൾ അവർ തങ്ങളുടെ ജീവിതത്തിൽ തോറ്റവരാണ്. But still Lord loved them എന്നാൽ കർത്താവ് അവരെ വിടാതെ സ്നേഹിച്ചു. and sharpened their skills, അവരുടെ കഴിവുകളെ മൂർച്ചയുള്ളതാക്കി. fulfill the Lord's desire in their lives, Lord's plan. കർത്താവിന്റെ ആഗ്രഹം അവരുടെ ജീവിതത്തിൽ എന്തോ അത് പൂർത്തീകരിക്കാനായിട്ട്. Today, are you worried about something? ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്താകുലരാണോ? Are you thinking about your children and daughter and grandchildren? They are failed in some areas of life. മക്കളോ അല്ലെങ്കിൽ കുറച്ച് മക്കളോ ആരെങ്കിലും ഏതെങ്കിലും തലത്തിൽ അവര് തോൽവി അനുഭവിക്കുന്നവരാണോ? There is a hope. പ്രത്യാശയുണ്ട്. There is a new beginning and no new start in Lord Jesus. പുതിയ തുടക്കം ഉണ്ട്. Without Jesus, we do nothing. കൂടാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കും. With Jesus, we can do many things. എന്നാൽ കർത്താവിനോടുകൂടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. Because He is everything. കാരണം അവനാണ് എല്ലാം. Once we were nothing. നാം ഒരു കാലത്ത് ഒന്നുമില്ലാത്തവരായിരുന്നു. When we found Jesus, we became something. എന്നാൽ നാം കർത്താവിനെ കണ്ടെത്തിയപ്പോൾ നാം എന്തോ ആയിട്ടുണ്ട്. That He is everything for us. എന്നാൽ എന്തുകൊണ്ടെന്നാൽ അവൻ നമുക്കെല്ലാം. The Lord bless us with this thought as we venture into this new year. ഈ പുതിയ വർഷത്തിലേക്ക് നാം മുന്നോട്ട് പോകുമ്പോൾ ഈ ചിന്തകൾ മുഖാന്തരം ദൈവം നമ്മെ അനുഗ്രഹിക്കും. Come and receive the blessings of God Jesus Christ. കടന്നു വന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം പ്രാപിക്കുക. Come and have a breakfast with Him. വന്ന് പ്രാതൽ കഴിക്കുക. Come and have a fellowship with Him. വന്ന് കൂട്ടായ്മ അനുഭവിക്കുക. Come and start a new life with Him. കടന്നു വന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കുക. May God bless you. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.